നിങ്ങളൊരു വാട്സപ്പ് യൂസർ ആണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് നോട്ടീസ് ഉണ്ട്. അതേപോലെ തന്നെ ChatGPTയിൽ ആഡ്സ് വരാൻ പോവാണ്. ഇതേപോലത്തെ ഇഷ്ടംപോലെ കിടിലൻ ടെക് ന്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ന്യൂസ് തന്നെ സഞ്ജയ് സാത്തിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമായിരിക്കും. കുറച്ച് ദിവസത്തെ വിവാദ പുരുഷനായിരുന്നു സഞ്ജയ് സാത്തി എന്ന് പറയുന്നത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞു എല്ലാ മൊബൈൽ ഫോണുകളിലും ഈ സാധനം നിർബന്ധമായിട്ടും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരണമെന്ന്. പക്ഷേ ആദ്യം ആപ്പിൾ പറഞ്ഞു സൗകര്യം ഉണ്ടാവത്തില്ല എന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഗൂഗിളും പറഞ്ഞു പറ്റത്തില്ല എന്ന്. അതോടുകൂടി ഗവൺമെന്റ് കളം ചാടി ഗവൺമെന്റ് ആ പരിപാടി നിർത്തി. എന്നാൽ ഗവൺമെന്റ് പറയുന്നത് അതുകൊണ്ടൊന്നല്ല ഞങ്ങൾ നിർത്തിയ 1 കോടി കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു. അതുകൊണ്ട് ഇനി സാധനം ഫേമസ് ആയി. അപ്പം അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വേറെ കാരണമായിട്ട് ഇനി ഇതിന്റെ കൂടെ മെയിൻ ആയിട്ട് വരുന്നൊരു ചോദ്യമാണ് ഈ സാധനത്തിനെ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ അതോ വെറുതെ ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന്. ഐ വുഡ് സേ ഉപകാരമുള്ള ഒരു സാധനം തന്നെയായിട്ടാണ്. കാരണം ഞാൻ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങളൊരു ഫോൺ ഇപ്പോൾ കാണാതായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മോഷ്ടിച്ച ആൾ ആ ഫോൺ മൊത്തം റീസെറ്റ് ചെയ്തു കുറെ കാലത്തേക്ക് ഓഫാക്കി വെച്ചു ഏതെങ്കിലും ഒരു കാലത്ത് ആ സിം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് കള്ളനെ പിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഇത് ഒറിജിനൽ സാധനമാണ് മോഷ്ടിച്ചതല്ല എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കാമേഴ്സ് വിളിക്കുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഗവൺമെന്റിനെ അറിയിക്കാൻ സാധിക്കും. അതിലൂടെ അവരെ പിടിക്കാനും പിന്നെ ഇന്ത്യൻ നമ്പറിൽ തന്നെ ഇന്റർനാഷണൽ കോൾസ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആധാർ കാർഡിൽ തന്നെ എത്ര സിം കാർഡുകൾ ഉണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ സാധനം ഭയങ്കര ഉപകാരമുള്ളതാണ്. ഉടനെ ഇതൊരു യൂസ്ലെസ് ആപ്ലിക്കേഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിൽ ഭയങ്കര വിവാദം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇതിന്റെ പ്രൈവസി കൺസേൺസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സാധനം ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കേസ് അത്രത്തോളം വിവാദത്തിനുള്ള ഒരു സാധനം ഉണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെയും SMS-ന്റെ ഒക്കെ ആക്സസ് ചോദിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്കത് പിന്നെ ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ സെറ്റിംഗ്സ് പോയിട്ട്. അതേപോലെ തന്നെ ഫയലിന്റെയും ക്യാമറേന്റെയും എല്ലാ കാര്യത്തിന്റെയും അവസ്ഥ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇതിൽ ഒരു ഓപ്ഷനാണ് നമ്മൾ EMI നമ്പർ നമുക്ക് ഫോട്ടോയിൽ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അത് റിയൽ ഫോൺ ആണോ എന്ന് നോക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സാധനം സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാമറേന്റെ ആക്സസ് വേണം. അതുപോലെ തന്നെ നമ്മളൊരു ഫ്രോഡ് വാട്സപ്പിൽ ഒരു ചാറ്റ് ചെയ്തിട്ട് നമ്മൾ സ്പാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഫയലിന്റെ ആക്സസ് വേണം. അതുപോലെ തന്നെ ഒരാൾ കോൾ ചെയ്തിട്ടാണ് നമ്മൾ സ്കാം ചെയ്യുന്നതെങ്കിൽ ആ കോൾ ലോഗ്സ് ഷെയർ ചെയ്യണമെങ്കിൽ അതിന്റെ ആക്സസ് വേണം. ഇനി SMS-ലൂടെയാണ് സ്കാം ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതിന്റെ ആക്സസ് വേണം. അല്ലാതെ ഈ പരിപാടി ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഈ ആക്സസ് ചോദിക്കുന്നത് അത്ര ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വാട്സപ്പിൽ നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫയലിന്റെ പെർമിഷൻ കൊടുക്കണം. ക്യാമറ ഓൺ ആക്കണമെങ്കിൽ ക്യാമറേന്റെ പെർമിഷൻ കൊടുക്കണം. വീഡിയോ കോൾ അല്ലെങ്കിൽ വോയിസ് കോൾ ചെയ്യണമെങ്കിൽ വോയിസിന്റെ ആക്സസ് കൊടുക്കണം. അങ്ങനെ ഓരോന്നിനും ആക്സസ് കൊടുക്കാൻ സാധിക്കില്ല. ആ ഒരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഇത്രത്തോളം വിവാദം ഉണ്ടാക്കേണ്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സാധനം പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇത് ആവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ. ഇനി അതല്ല ആൾക്കാരെ ഇങ്ങനൊരു സാധനമുണ്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ തിരിച്ചെടുക്കാം സ്കാമിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് അറിയിക്കാനാണെങ്കിൽ ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യണം. അല്ലാതെ ഇത് ഒരു മറ്റേടത്തെ പരിപാടി ആയിപ്പോയെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അടുത്ത ന്യൂസാണ് റിയൽമിന്റെ നിയോ 8 ചൈനയിൽ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അത് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ സാധനം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായി. ഇനി ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 പ്രൊസസറും 100 വാട്ടിന്റെ ചാർജർ 8000 mAh ബാറ്ററി ആയിരിക്കും എന്നൊക്കെയാണ് റൂമേഴ്സ് ഇറങ്ങുന്നത്. ചൈനയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പിക്ചർ നമുക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ മോട്ടോറോളന്റെ എഡ്ജ് 70 അൾട്ര എന്ന് പറഞ്ഞ ഫോണും അടുത്ത മാസം ഇറങ്ങുമെന്ന് പറഞ്ഞ ചില റൂമേഴ്സുകൾ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 പ്രൊസസറും 140 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേയും ടിക്കൽ ഫിംഗർ പ്രിന്റും IP69 റേറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സാധനത്തിൽ വരുന്നതായിരിക്കും. പ്രൈസിംഗ് ഒക്കെ എന്തായാലും ഒരു 40 ആ റേഞ്ചിലൊക്കെ വരാനാണ് സാധ്യത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൊബൈൽ ഗെയിമേഴ്സിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. റെഡ് റിഡംഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ iOS-ലും iPad-ലും തുടങ്ങിയ സാധനത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആരെങ്കിലൊക്കെ ഗെയിമേഴ്സ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തു. അതേപോലെ തന്നെ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. മിക്കവാറും അടുത്ത് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നല്ല മുടിഞ്ഞ വിലയായിരിക്കും. ബട്ട് ഇത് ഒരു വിധത്തിൽ ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടിക്കാട്ടിലൊക്കെ പോയി പെട്ടുപോയിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഈ സാധനത്തിനെ കൊണ്ട് മാത്രമേ സഹായിക്കാൻ പറ്റൂ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് ഡിവൈസ് ബട്ട് വെരി എക്സ്പെൻസീവ്. അടുത്ത ന്യൂസ് നല്ല വാട്സപ്പ് ടെലിഗ്രാം യൂസേഴ്സിനാണ്. ഇനി നിങ്ങൾ ഏത് നമ്പറിലാണ് വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിം നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ രജിസ്റ്റർ ചെയ്യുക പിന്നെ ആ സിം വേറെ ഏതെങ്കിലും ഫോണിൽ ഇട്ടാൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിപാടി ഇനി നടക്കില്ല. ഇത് സ്കാമിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇഷ്ടംപോലെ ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. സിം എടുക്കുക ഇത് വാട്സപ്പ് അക്കൗണ്ട് അല്ലെങ്കിൽ ടെലിഗ്രാം അക്കൗണ്ട് തുടങ്ങുക പിന്നെ ആ സിം കളഞ്ഞേക്കുക അങ്ങനെയൊക്കെ കുറേ സ്കാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിനെ പറയുന്നതാണ് സിം ബൈൻഡിങ് എന്നാണ്. അപ്പോൾ നിങ്ങൾ സിം ഇട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വാട്സപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾ സിം എപ്പോൾ ഊരുന്നു അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് വെബിലും ചേഞ്ചസ് ഉണ്ട്. സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്നോളും. ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സ്പെസിഫിക് ടൈം ഇൻട്രോയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ലോഗ് ഔട്ട് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വീണ്ടും QR കോഡ് വെച്ചിട്ട്
സൈൻ ചെയ്ത് കയറേണ്ടിയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഇത് ഒരു വിധത്തിൽ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. കാരണം സ്കാംസ് ഒക്കെ ഇപ്പോൾ വല്ലാതെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ഒരു റീക്യാപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2025 ഏതൊക്കെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്, ഏതൊക്കെ വീഡിയോസാണ് കണ്ടത്, ഏതൊക്കെ പാട്ടുകളാണ് നിങ്ങൾ കണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സ്റ്റാറ്റസ് പോലത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടാണ് ട്രൈ ചെയ്ത് നോക്കും. അതേപോലെ തന്നെ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഫോണിലൊക്കെ 15,000 mAh ബാറ്ററി ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ചില റൂമേഴ്സുകൾ വരുന്നുണ്ട്. അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം റിയൽമി തന്നെ 15,000 mAh ബാറ്ററി ഉള്ള ഫോൺ അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള കമ്പനികളും ഈ ടെക്നോളജിക്ക് പുറകെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സംഭവം വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിനനുസരിച്ച് ഫോണിന്റെ സൈസും അതേപോലെ തന്നെ ഭാരവും കൂടിയിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല കാര്യമായിരിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ ഐഫോണിന്റെ 70 സീരീസിന്റെ വില കൂടാൻ പോവാണ്. 7,000 രൂപയോളം വില കൂടുമെന്നാണ് അറിയാൻ സാധിച്ചത്. മിക്കവാറും ഈ പ്രൊസസ്സറിനൊക്കെ വില TCS കൂട്ടിയല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രൈസ് ഹൈക്ക് ആയിരിക്കുമെന്ന് ഞാൻ തോന്നുന്നു. സോ ഐഫോൺ മേടിക്കാൻ താല്പര്യപ്പെടുന്നവരൊക്കെ അത് തന്നെ മേടിച്ചു, അല്ലെങ്കിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ സോണിന്റെ പുതിയ 200 MB ക്യാമറ സെൻസർ വന്നിട്ടുണ്ട്. അപ്പം സാംസങ്ങിന് ഒരു ഐഡിയ, ഇതുവരെ എല്ലാവരും സാംസങ്ങിന്റെ സെൻസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ സോണി കളത്തിൽ ഇറങ്ങുന്നതോടെ അതിന് ഡിമാൻഡ് കുറയാനും സോണീന്റെ സെൻസറിന് ഡിമാൻഡ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ക്യാമറ സെൻസറിന്റെ കാര്യത്തിൽ സാംസങ്ങിനെക്കാട്ടും ക്യാമറ എന്ന് പറയുന്നത് സോണി തന്നെയാണ്. അതേപോലെ തന്നെ ഒരു സർവേ പ്രകാരം ഈ ഇന്ത്യയിലെ കോമേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉടായിപ്പ് പരിപാടികൾ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് ആണെന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആമസോൺ കുറവാണെന്നാണ് പറയുന്നത്. അതും എനിക്ക് സത്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസുകൾ കിടപ്പുണ്ട് ഇങ്ങനെ ഫ്ലിപ്കാർട്ട് സ്കാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഫ്ലിപ്കാർട്ട് ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്, അതിലത്തെ സെല്ലേഴ്സ് ചെയ്യുന്ന ഉടായിപ്പ് പണിയാണ്. പക്ഷേ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഫ്ലിപ്കാർട്ട് തയ്യാറാവുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ക്രെഡിബിലിറ്റി ഇടിയാനുള്ള സാധ്യത നല്ല തോതിൽ കാണുന്നുണ്ട്. ആമസോൺ വലിയ ഡീസൻ്റ് ഒന്നുമല്ല, എന്നാലും ഫ്ലിപ്കാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ നല്ലവനാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ChatGPT ആഡ് കൊണ്ടുവരാൻ പോവാണ്. നമ്മൾ ചാറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും ആഡ് വരുന്നതാണ് കേൾക്കുന്നത്. അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല, ബട്ട് അവർക്കും പൈസ ഉണ്ടാക്കണമല്ലോ. പക്ഷെ ഇതിൽ എനിക്കൊരു കോമഡി ആയ കാര്യം എന്ന് പറയുന്നത് ഈ ഓപ്പൺ CEO സാം ആൾട്ട്മാൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ആഡ്സ് ഒന്നും തീരെ ഇഷ്ടമില്ലെന്ന്. പക്ഷെ പുള്ളി തന്നെ ഇപ്പോൾ ആഡ് കൊണ്ടിരുന്നത് ഒരു വാക്കിനൊക്കെ ഒരു സ്ഥിരത എൻ്റെ സാമണ്ണ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും അവരും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കട്ടെ, നഷ്ടത്തിലാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിളിന്റെ ക്രോം OSന് പകരം പുതിയൊരു OS കൊണ്ടുവരികയാണ്, അലുമിനി OS എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ഈ ഗൂഗിളിന്റെ ഒരു ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള OS ആണ് ക്രോം OS എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് അലുമിനി OS എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരികയാണ്. അതിൽ കുറച്ചും കൂടി AI ഫീച്ചേഴ്സും നമുക്ക് എല്ലാ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും ഈ ലാപ്ടോപ്പിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കുക, അങ്ങനെ കുറേ ഉപകാരങ്ങൾ വരുന്നുണ്ട്. അടുത്ത വർഷമായിരിക്കും സാധനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷവും ഏറ്റവും കൂടുതൽ വലിയ ടെലികോം പ്രൊവൈഡർ എന്ന് പറയുന്നത് ജിയോ തന്നെയാണ്. രണ്ടാമത് എയർടെൽ, പിന്നെ BSNL, പിന്നെയാണ് VI കിടക്കുന്ന പറഞ്ഞത്. ഇതിൽ ഏറ്റവും കോമഡി ആയ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ 3 പേർക്ക് പുതിയ കുറേ യൂസേഴ്സിനെ കിട്ടുന്നുണ്ട്. എന്നാൽ യൂസേഴ്സിനെ മൊത്തം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് VI ആണ്. ഇങ്ങനെയൊക്കെ പോകുന്നതെങ്കിൽ അവിടെ തന്നെ VI പൂട്ടിക്കെട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഏത് സിമ്മാണ് യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.